ജീവിക്കാൻ ഒരു കാരണം എന്ന അർത്ഥം വരുന്ന ജാപ്പനീസ് ആശയമായ ഇക്കിഗായിയെ പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻഡായ ഹൈജീനിക് ആയിട്ടുള്ള ജപ്പാൻകാരെ പറ്റി കൂടുതൽ അറിയാൻ എന്നും ഒരു താല്പര്യമുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടിയ ഒരു പുസ്തകമാണ് ഇച്ചിഗോ ഇച്ചി. ഇക്കിഗായിയുടെ ആശയം ജീവിക്കാൻ ഒരു കാരണമാണെങ്കിൽ ഇച്ചിഗോ ഇച്ചി എന്നാൽ ഈ നിമിഷം ഇപ്പോൾ മാത്രം, ദ മൊമെൻ്റ് ഒൺലി ഹിയർ എന്നാണ്. ജപ്പാൻകാരുടെ ചായ സൽക്കാരങ്ങളിൽ നിന്നുമാണ് ഈ ഒരു പദം ഉത്ഭവിച്ചിട്ടുള്ളത്. ഓരോ കൂടിക്കാഴ്ചയും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണെന്നും ആ നിമിഷം പിന്നീട് ഒരിക്കലും ആവർത്തിക്കില്ലെന്നും ഉള്ള സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപുരസരം അതിഥികളെ സ്വീകരിക്കുവാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ നിമിഷവും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതിനാൽ ആ സവിശേഷമായ നിമിഷത്തെ പാഴാക്കാതെ അപ്പോൾ തന്നെ ആസ്വദിക്കുക. പിന്നീട് ഒരിക്കലാകാമെന്ന് വിചാരിച്ചാൽ ആ നിമിഷം അവിടെ നഷ്ടപ്പെട്ടു പോകും. കഴിഞ്ഞുപോയതിനെപ്പറ്റി സങ്കടപ്പെട്ടും വരാനിരിക്കുന്നതിനെപ്പറ്റി ആകുലപ്പെട്ടും കഴിയാതെ ഈ വർത്തമാനകാലം എങ്ങനെ സന്തോഷകരമാക്കാമെന്ന് ഈ പുസ്തകം നമ്മെ പ്രചോദിപ്പിക്കുന്നു. ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ കൂടി നന്നായി ജീവിക്കാമായിരുന്നു എന്ന നഷ്ടബോധം ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ജീവിതത്തിൽ എന്നും ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവർത്തന വിരസതയുണ്ടാക്കും. ഇതൊഴിവാക്കാൻ പുതിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താമെന്ന് ജപ്പാൻകാർ വിശ്വസിക്കുന്നു. യു ക്യാൻ വിൻ എന്ന പുസ്തകത്തിൽ ശിവഖേര പറയുന്നു, വിജയികൾ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളല്ല, ഓരോ കാര്യവും വ്യത്യസ്ത രീതിയിൽ ചെയ്യുമ്പോഴാണ് അവർ വിജയികളാകുന്നതെന്ന്. ഓരോ കൂടിക്കാഴ്ചയും അവസാനത്തേതാണ് എന്ന ഫീലോടുകൂടി പ്രിയപ്പെട്ടവരോട് ഇടപഴകാനാണ് ഇച്ചിഗോ ഇച്ചി പഠിപ്പിക്കുന്നത്. അവിടെ നമുക്ക് മാക്സിമം എനർജിയും ഹാപ്പിനെസ്സും ഒക്കെ നൽകാൻ പറ്റും. എനിക്ക് കൗതുകം തോന്നിയ മറ്റൊരു പോയിൻ്റ്, തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ശാന്തമായിരുന്ന് ജീവിതത്തിൻ്റെ അത്ഭുതങ്ങളെ നോക്കിക്കാണുക. എത്ര ഗഹനമായ ആശയമാണത്. അതുപോലെ പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് ചുറ്റുപാടുകളെ നിരീക്ഷിച്ചും ആസ്വദിച്ചും ഓരോ നിമിഷവും ജീവിക്കുക. എപ്പോഴും അലർട്ടായിരിക്കുന്ന അവസ്ഥയിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കി നമുക്ക് ജീവിക്കാൻ കഴിയും. എപ്പോഴും ഒരു അവയർനെസ് ഉണ്ടാകും. കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും ഓരോ നിമിഷവും അനുഭവിക്കാം. അവിചാരിതമായി സംഭവിക്കുന്ന കാര്യങ്ങളെ, അതായത് കോയിൻസിഡൻസ്, ശ്രദ്ധിക്കുകയും അതൊക്കെ താല്പര്യപൂർവ്വം രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്യാം. അവധി ദിവസങ്ങൾക്കും പ്രത്യേക ആഘോഷ ദിവസങ്ങൾക്കും കാത്തു നിൽക്കാതെ ഓരോ ദിവസവും നമുക്ക് ആഘോഷമാക്കാം. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ മാറ്റം വരുത്താനുള്ള കഴിവ് മനുഷ്യനുണ്ട്. മനുഷ്യന് മാത്രമേ അങ്ങനെ ഒരു ലോജിക്കൽ തിങ്കിങ് ഉള്ളൂ. ജീവിതം വിരസമായി തോന്നിയാൽ എങ്ങനെ സരസമാക്കാമെന്ന് ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടാകണമെങ്കിൽ അത് നാം തന്നെ തേടിപ്പിടിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. നന്മ, സന്തോഷം, സമാധാനം, സംതൃപ്തി ഇവയെല്ലാം തന്നെ മനസ്സിലുണ്ടാകണം. മനസ്സിലില്ലാത്തതൊന്നും പുറത്തുണ്ടാവില്ല എന്ന സത്യം ഓർക്കുക.